അരുമ്പാറ ഉണ്ടായിരുന്ന എന്റെ മുഖത്തിന് ഈ ഒരു മാറ്റം വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് പിന്നിലെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. മുഖത്തും കഴുത്തിലും ചെറിയ ചെറിയ അരിമ്പാറ വന്നതോടെ സ്കിൻ അത്ര ക്ലിയർ ആയിട്ട് തോന്നിയിരുന്നില്ല. ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും അതൊക്കെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അവസാനം ഞാനിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ അരിമ്പാറകൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ. അതിനുവേണ്ടി അവിടുത്തെ ചേച്ചി ആദ്യമായിട്ട് ചെയ്യുന്നത് അരിമ്പാറ ഉള്ള ഭാഗത്ത് ചെറുതായിട്ട് ഓയിൻമെന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മരവിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിക്ക് ടെൻഷൻ അടിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. കാരണം എനിക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ പെയിൻ ഒന്നും അറിയില്ലല്ലോ. ടെൻഷൻ അടിച്ച പോലെ അത്ര വലിയ പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയൊരു പെയിൻ. എന്റെ മുഖത്തും കഴുത്തിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അരിമ്പാറകളാണ്. ആദ്യമൊന്നും ഞാനത് അങ്ങനെ അത്ര കാര്യമാക്കിയിരുന്നില്ല. പിന്നെ ഒരു ദിവസം ചെല്ലുന്തോറും ഓരോ അരിമ്പാറകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് കാലങ്ങൾ കുറെ ആയെങ്കിലും ടെൻഷനായിരുന്നു. എന്റെ സ്കിന്നാണെങ്കിൽ നല്ല സെൻസിറ്റീവ് ആണ്. പാർലറിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ട്രോമയാണ്. കാരണം ലൈഫിൽ ആദ്യമായിട്ട് എന്റെ കല്യാണത്തിനാണ് ഞാനൊരു പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ട്രോമയുള്ളതാണ്. കല്യാണത്തിന് മുമ്പ് പോലും മുഖത്ത് എന്തെങ്കിലും ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ബോധേഡ് ആയിരുന്നില്ല. കല്യാണം ആവുമ്പോൾ എന്തായാലും എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അത് വലിയൊരു അനുഭവം ആയതുകൊണ്ട് മാത്രം ഞാൻ അതിനുശേഷം ഇതുവരെ ഞാൻ ഒരു പാർലറിൽ പോലും ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ആഫ്റ്റർ മാരേജ് ഈ അരിമ്പാറ കളയാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർലറിൽ വന്നിരിക്കുന്നത്. മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എത്രത്തോളം ഞാൻ ടെൻഷൻ അടിച്ചായിരിക്കും ഇരിക്കുകയെന്ന്. പക്ഷെ ആ ടെൻഷന്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അരിമ്പാറ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ചേച്ചിയോട് ആദ്യമേ ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞു ഒരു വേദനയും ഇല്ല, നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് കേട്ടോ ചേച്ചി ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. ഈ വീഡിയോ കാണുന്ന പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം കേട്ടോ. ചിലപ്പോൾ സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടിട്ട് ചെയ്തുകൂടെ അങ്ങനെയൊക്കെ. ഞാനും അങ്ങനെ കുറെ ചിന്തിച്ചതായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ട്രോമ ആയതുകൊണ്ടും പേടിയായതുകൊണ്ടും ഞാൻ എന്തായാലും ഈ ചേച്ചിനെ പരിചയവും ഉള്ളതുകൊണ്ടും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ റിമൂവൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അരിമ്പാറകൾ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള മുഖത്തെ പാടുകളാണ് കേട്ടോ ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും തന്നെ പൊളിഞ്ഞു പോകുന്നതാണ്. നമ്മൾ പൊളിച്ച് കളയാൻ നിൽക്കരുത്. അതിനുശേഷം 1.5 മാസത്തിന് ശേഷമുള്ള എൻ്റെ ഫേസ് ആണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണുന്നത്. നമ്മളിപ്പോ ഇന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഹൈഡ്രാ ക്ലീനപ്പ് ആണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന്. പക്ഷെ എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ചേച്ചി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മള് ക്ലൻസിങ് ആണ് ഇപ്പൊ ചെയ്തത്. ഇനി മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണേ. അതിന്റെ പാക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രബ് ഇട്ടിട്ട് ചേച്ചി നന്നായിട്ട് റബ്ബ് ചെയ്ത് അതിനുശേഷം മുഖത്തെ ഇത് വൈപ്പ് ചെയ്ത് കളയൂ കേട്ടോ. അതിനുശേഷം മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കളയുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് അധികം പിമ്പിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അധികം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നും എൻ്റെ മുഖത്ത് അത്രയും ഇല്ലെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം ഞാൻ മുഖത്തൊരു കാര്യം ചെയ്യാറില്ലല്ലോ. അതൊന്നും ഇല്ലാണ്ട് തന്നെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കുറവാണെന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്ന പ്രോസസ്സ് ഇനി സക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇനി അഥവാ ഉള്ളിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. നല്ല ടൈറ്റ് ആവുന്നാ പറഞ്ഞത് സ്കിന്നൊക്കെ നല്ല രീതിക്ക്. പിന്നെ ചേച്ചി എന്തോ ഐസ് ക്യൂബ് ഇട്ട് റബ്ബ് ചെയ്തെടുത്തു. അതിനുശേഷം ചേച്ചി വേറൊരു ക്രീം കൂടി ഇട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ.
ഈ മസാജിങ് കൂടി കഴിഞ്ഞിട്ടാണ് ഇനി ഹൈഡ്ര ക്ലീനപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഹൈഡ്ര ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ആ മാസ്ക് എടുത്ത് ഇങ്ങനെ മുഖത്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി പറഞ്ഞു ഒട്ടും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ, കംഫർട്ടബിൾ ആക്കുമായിരുന്നു ചേച്ചി. ഈ ഒരു പാക്കാണ് കേട്ടോ ഹൈഡ്ര ക്ലീനപ്പ് ചെയ്യുന്നതിന് മുൻപുള്ള പാക്ക്. പക്ഷെ ഇത് ഇടുന്ന സമയത്ത് എനിക്ക് ചെറിയതായിട്ടുള്ള നീറ്റലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി നീർന്നുണ്ട്, ബ്ലീച്ച് ഇട്ടപ്പോൾ അതേ ഫീലിംഗ് ആണെന്ന്. ചേച്ചി പറഞ്ഞ് അതിങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി. പിന്നെ മാസ്ക് മുഖത്തേക്ക് വെച്ചപ്പോൾ ചെറിയ മുഖമായതുകൊണ്ട് ചെറിയ ഒരൊറ്റ മാസ്കിൻ്റെ ആവശ്യം വന്നുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെ ചേച്ചി 10 മിനിറ്റ് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ മാസ്ക് എൻ്റെ മുഖത്തേക്ക് വെക്കുകയാണ് കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചി. ചേച്ചി പറഞ്ഞു പേടിക്കണ്ട, ഒട്ടും പേടിക്കേണ്ടതാ, ഇതിങ്ങനെ വെച്ചേക്കും 10 മിനിറ്റ് കഴിയുമ്പോൾ അത് എടുത്തേക്കാം എന്ന് പറഞ്ഞു. വെച്ചപ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടെൻഷനൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ടൈമായി. അപ്പോൾ ഇതാ ചേച്ചി അത് വന്നിട്ട് ഇതാ മാസ്ക് ഒക്കെ മാറ്റി വൈപ്പ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈഡ്ര ക്ലീനപ്പ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ 1.5 മാസം മുമ്പ് നമ്മൾ വാട്സൊക്കെ റിമൂവ് ചെയ്തായിരുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ പലർക്കും പല ഡൗട്ട്സുകൾ ഉണ്ടാവും. ഈ വാട്സപ്പ് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ, റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പൊതുവെ ഇങ്ങനെ പാടുകൾ വരുമോ, അത് ഉണങ്ങി പോവോ, മുഖത്ത് ആ പാടായിട്ട് അങ്ങനെ നിൽക്കുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഡൗട്ട്സ് ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ മുറിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ വരില്ലേ, അതേപോലെ ഒരു ഇതുണ്ടാവും. അത് കഴിയുമ്പോൾ അതെല്ലാം റിമൂവ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പൊക്കോളും. നമ്മളായിട്ട് കളയരുത്. അങ്ങനെ പോയിട്ട് പിന്നെ ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഓക്കെ ആവും. അപ്പോൾ ഈ വാട്സ് കളഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ ശേഷമുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നാലും ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. വാട്സ് റിമൂവ് ചെയ്തത് നമ്മുടെ പള്ളിപ്പുറം മുനമ്പം കോൺവെന്റിലുള്ള ലാഗ്രസിയിലാണ്. അപ്പോൾ ചേച്ചിയാണ് നമുക്കത് ചെയ്തു തന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്സ് റിമൂവ് ചെയ്യാനായെങ്കിലും ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഞങ്ങളിതാ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ജീവിതത്തിൽ സെക്കൻഡ് ടൈമാണ് ഞാനിങ്ങനെ വന്നിട്ട് പാർലറിൽ വന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് വെഡിങ്ങിനായിരുന്നു. അത് നല്ല ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പാർലറിലൊന്നും പോവാറില്ല. രണ്ടാമതൊന്ന് പാർലറാണ് കേട്ടത്. എന്തായാലും നന്നായിട്ട് ചെയ്തു. അപ്പോൾ മുഖത്ത് മുമ്പ് ആ വാട്സ് ഉള്ളപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. നിറച്ച് പാടുകളായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പുള്ള ഇത് കാണുമല്ലോ, ക്ലിപ്പിങ്സിൽ കാണാൻ പറ്റും. ഇപ്പം എല്ലാം പോയി, നല്ല ക്ലീനായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.